ആൾക്കാർക്ക് എവിടെ ഞാൻ ഒരു പുതിയൊരു കോൾ കേട്ടോ പറഞ്ഞാട്ടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. പഴയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? തനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ തന്നെ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ. എത്ര രൂപ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. അതുകൊണ്ട് അപ്പം തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു. സോറി കേട്ടോ, ഞാൻ ടൈറ്റ് ആണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മുകേഷിനോട് അന്ന്. 25. അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു. പുള്ളി അപ്പം തന്നെ എടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു സോറി കേട്ടോ, ഞാൻ ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതൊരു ഘട്ടം. പിന്നീട് മുകേഷിനോട് പണം എപ്പോഴെങ്കിലും സഹായം ചോദിച്ചിരുന്നോ? അത് കൂടാതെ ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതിപ്പോ ഞാൻ ഇവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം. 2022 എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ TV കണ്ടുകൊണ്ടിരുന്നു. TV കണ്ടപ്പോൾ ആ മുകേഷ് ഏടനെന്ന് പറഞ്ഞ് ചിരിച്ചപ്പോൾ എനിക്ക് ദേഷ്യം പറഞ്ഞു. മുകേഷ് അവൻ്റെ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാ അവൻ വൃത്തികെട്ടവനാ എന്ന് പറഞ്ഞു. വൃത്തികെട്ടവനാ? ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കസിൻ ബ്രദറാണ്, അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിൽ കിടക്കുവാണ്. ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു. ആദ്യം ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു മുകേഷ് ഏട്ടാ, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് അയച്ചു. അയച്ചിട്ട് ഞാനിങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ എന്റെ കസിന് ഞാനെന്നുള്ള രീതിയിൽ എന്റെ ഫോണിൽ നിന്ന് ഇവൻ അയച്ചു. സംശയമൊന്നുമില്ലല്ലേ? കസിന് അയച്ചു, ബിബിനാണ് അവൻ അയച്ചു. അപ്പൊ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് ഓരോ ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ട് അവനിട്ട്. ഞാൻ പറഞ്ഞു എന്ത്? മുകേഷിനെ ഞാൻ വിളിച്ചു. എന്നിട്ട് അപ്പോൾ അവൻ പറയാം, ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കണം, നീ എന്താണ് എൻ്റെ പെങ്ങളെ നീ ചെയ്ത്. അങ്ങനെ ഇവ കുറെ ഇവൻ്റെതായ ലോക്കൽ ഭാഷ ശരിക്കും കൊണ്ട് പറഞ്ഞപ്പോ ഞാൻ കേട്ട ആക്രോശപ്പെട്ട് നേരെ അവൻ വീട്ടിക്ക് പോയി അവൻ ചട്ടയെ പിടിച്ച് எங்க அக்கால வச்சிருக்கியாம் புள்ளடா அப்படின்னு ஒரு வார்த்தை கேட்டேன். அவன் என்ன சொன்னா? அவன் சிம்பிளா ஒரு பதில் சொன்னான். என்ன? உங்க அக்காவை நான் வச்சுக்கிறேன், என் பேக்கரியை வேணா நீ வச்சுக்க. அதுக்கு நீ என்ன சொன்ன? பட் அந்த டீலிங் எனக்கு ரொம்ப பிடிச்சிருந்துச்சு, ஒத்துக்கிட்டேன். 2022 മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു ഈ കസിൻ. ഇത് ആകാശിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, 1 lakh ചെയ്തിട്ടുണ്ട്. മര്യാദക്ക് ഞാൻ അവിടെ വരും, നീ എൻ്റെ പെങ്ങളെ അവനെന്താ പറഞ്ഞു ഞാൻ കേട്ടുപോലില്ല. അവൻ പറഞ്ഞു ഞാനിങ്ങനെ എന്താ ഒരു അഭിനയം, ഭാരത് ഗോപി മാറി നിൽക്കും. 25,000 രൂപ ചോദിച്ചു. 2022 1 ലക്ഷം രൂപ കസിൻ ചോദിച്ചു. ഈ 2 ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ. 2 തവണ മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന്, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാവറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോഴാണ് ദേ ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നതെല്ലാം കാണാൻ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ SIT അടുത്തിട്ട് ഞാൻ 164 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അയ്യോ ദേ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ താഴെ 1 lakh പറയുമ്പോ യോ മനസ്സിന്റെ ഓരോ എനിക്ക് സമാധാനം സന്തോഷമൊക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. മിനുവിന്റെ അക്കൗണ്ട് നമ്പർ കസിൻ ഇട്ടു. മെസ്സേജ് എൻ്റെ ഫോണിൽ അക്കൗണ്ട് നമ്പർ കസിൻ അറിയാമായിരുന്നോ? കസിൻ ഇട്ടു. അറിയാം, പിന്നെ അവനറിയാം. നീ തന്നെ പറയ്, എത്രയെന്ന് കരുതിയ ആൾക്കാരെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്? അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ചാറ്റിംഗ് ഉണ്ടോ? ആ ചാറ്റിന്റെ ലിസ്റ്റിൽ വേറെ എന്തെങ്കിലും ചാറ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ ചാറ്റ് ഉണ്ടായിട്ടില്ല?
ഇല്ല. ഈ അവസാനത്തെ ചാറ്റാണോ ഇത്? ലാസ്റ്റ് ചാറ്റാണോ ഇത്? നിങ്ങൾ ഇത് അവസാനത്തെ ചാറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം എന്റെ കസിൻ ചോദിച്ചപ്പോഴും അദ്ദേഹം പേടിച്ചിരിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഇവനവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. ഞാൻ കൊല്ലത്തിന് വരുന്നുണ്ടടാ ഡാഷ എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത്. ഞാൻ വരാടാ, ഞാൻ നീ ചെയ്തതൊക്കെ എന്നിട്ട് നീ വലിയ ഇതായിട്ടിരിക്കുന്നതാണ്, നീ വലിയ മാനിനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നിയതേ ഈ മിനു ആ പരാതി പറഞ്ഞില്ല. 2009 മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് 25,000 രൂപ 4 വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു. ആ പണം തരുന്നില്ല. പിന്നീട് ഒരു 9 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു. ഇത് രണ്ടും ബ്ലാക്ക് മെയിലിംഗിന്റെ ഡെഫിനിഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഏതോ ഒരു ന്യൂ ഇയറിന് ഞാൻ അയച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു പക്ഷെ ഞാൻ സെൻഡ് ചെയ്തിരിക്കാം. കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ടു റിമൈൻഡ് ഹിം. മറക്കരുത്. ന്യൂ ഇയറിൽ വാട്സ്ആപ്പ് ചാറ്റ് അയച്ചിരുന്നു. സംസാരിച്ചിട്ടില്ല. ഞാൻ വിദ്യാർത്ഥിയുടെ കോളിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ഓർമ്മയുള്ളൂ. അവിടുന്ന് പോകുന്നതിന് ഈ പീഡനം നടന്നതിന് ശേഷം സംസാരിച്ചത് മോളുടെ ഫീസിന്റെ കാര്യം മാത്രം. അല്ല, വാട്സ്ആപ്പ് ചാറ്റ് ഉണ്ടായിരുന്നു. വേറെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഒന്നുമില്ല. മിനു വാട്സ്ആപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. എന്തോ എങ്ങനെ ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലേ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പൊ ഒരു MLA സ്ഥാനത്തിരിക്കുമല്ലേ. അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരത്ത് എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണാങ്കട്ടിയല്ല. ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം. ഇടതൊക്കെ കേട്ടാൽ തന്നെ അറിയാൻ പറ്റില്ല. നിന്നെപ്പോലുള്ളവന്മാരെ എടുത്ത് ആക്രമണത്തോടെ എടുത്ത് നോക്കും. ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ, ചുംബനത്തിന്റെ ഒരു സ്മൈൽ അതൊന്നും അയച്ചിട്ടില്ല. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? അല്ല, അറിഞ്ഞു കാണൂ. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്. അത് കാണിക്കട്ടെ. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട്. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്. എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ഹിം. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. എന്താ ഉറക്കം വരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. ഇപ്പൊ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ചാനല്. ആ ഗ്രൂപ്പിന്റെ പേരെന്താണെന്ന് അറിയാവാ? നിന്റെ അമ്മയുടെ നായിരുന്ന നീലക്കുയിൽ. ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എല്ലാവരും ഉണ്ട്. കുറെ പേര് എല്ലാം ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് ഉമ്മ അതിന്റെ ഒരു രൂപ ആദ്യം ചോദിച്ചു. പിന്നീട് 1 ലക്ഷം രൂപ കസിൻ ചോദിച്ചു. 1 രൂപയും തന്നിട്ടില്ല. 1 രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരു 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? അതിന് ഭാഷയില്ല. ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ട് കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി. ഒന്ന് മനസ്സിലാക്കി അല്ലേ? എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? കടമയില്ലേ? തിരിച്ചൊരു ചോദ്യം ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മിനു. താങ്ക്സ് എ ലോട്ട്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. എല്ലാവരും പോയിക്കോ.
ചെല്ലേ നീ പോയി കിടന്നോടാ. അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ കെടാ.